നമ്മളിന്ന് ലുലുവിലോട്ട് പോകണം. മെട്രോയിൽ കയറുകയാണെങ്കിൽ ആ ചേട്ടൻ സംഭവം മെട്രോ വന്നിട്ടുണ്ട്. എല്ലാവരും കാട്ടിക്കോ, തിരിച്ച് കാട്ടിക്കോ. അങ്ങനെ ആദ്യം ഇവിടെ ഇരിക്കുക, ബാക്കിയുള്ളവർ അവിടെ നിൽക്കുക. അവർ നമ്മൾ കാട്ടിത്തരാം അവരെ. ചേച്ചിയുടെ ഇതുവരെ ഫോട്ടോ എടുക്കാൻ നമുക്കിന്ന് ടി വി കാണാം. നല്ല രസമായിട്ടില്ല. ഇവിടെ ആദ്യമായിട്ട് പോലെ നല്ല ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ ലുലുമാളിലോട്ട് പോവാം. ഞങ്ങൾ മെട്രോയിലാണ് ഗൈസ് വന്നത്. അതുകൊണ്ട് നേരത്തെ എത്തി. ഇന്ന് നമുക്ക് അവിടെ വെച്ചാണ്. നമ്മൾ അത് ഈ പറഞ്ഞ കയറി റോളർ കോസ്റ്റർ. പക്ഷെ നെഞ്ച് വേദന ഉണ്ടായിരുന്നു. ഒരു ഭയമില്ലായിരുന്നു. ഇവൻ പറഞ്ഞ അലറ. അപ്പൊ ഞാൻ അലറി. ഏതെങ്കിലും പറഞ്ഞു. ശ്രീകുട്ടി, ശ്രീകു കുഞ്ഞുണ്ണി, ബാലു ഗൈസ്. ഇനി നമ്മളപ്പോ കാർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങളങ്ങോട്ട് പോ ഗൈസ്. ഞാൻ പാസഞ്ചർ പ്രിൻസസ് ആണ്. അതിപ്പോ കാണാൻ കഴിയും. ഒരു ഇടി കിട്ടുമ്പോ ഫസ്റ്റ് ടൈം ആണ് ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഫൺചൂറെ വന്നിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ്. ഗൈസ് കൃഷ്ണ ദ പ്രോ റൈഡർ പറപ്പിച്ച് വിടുവാപ്പാ. പിന്നെ പറപ്പിക്കാം.
അത് കഴിഞ്ഞു. ഹലോ ഗൈസ്, നമ്മൾ ഇത് കയറുമ്പോൾ ഞാൻ വേറൊന്നില്ല, നല്ല ഭയമാണ്. ഹായ് ഗായ്സ്, നമ്മൾ ഇതിൽ കയറിയിട്ട് വരാം. ഹലോ. നല്ല ഹൊററായിട്ട് തോന്നുന്നുണ്ട്, പേടിയാണ്. എനിക്കും പേടിയാവുന്നു. എനിക്ക് ഹൈറ്റ് ഫിയർ ഉണ്ട് ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ? നല്ലതായിരിക്കും. നല്ല സൂമാക്കി എടുക്കണോന്ന് പറയാൻ. അതൊന്നും വേണ്ടിട്ടാ, സൂമാക്കി എടുക്കണം. കഴിഞ്ഞ് ഇനി ഞങ്ങളാ ഇതൊരു ടാറ്റാ ബൈ ബൈ പറഞ്ഞു. എനിക്ക് പേടിയാണ്. പേടിത്തോണ്ടി അടുത്ത് നമ്മൾ ലേസറിലാണ്, അതിൽ വീഡിയോ എടുക്കാൻ പാടില്ല. സോറി ഗൈസ്, ഞങ്ങൾ അടുത്ത ദിവസം ലേസറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഇന്ന് പറഞ്ഞു തരാം. ലേസറിൽ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല, ഇന്ന് ഞങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ നിറയ്ക്കണ്ട കേട്ടോ. ഇത് മാത്രം കണ്ടോട്ടെ. ഇത് കാണുവാണെങ്കിൽ കണ്ണടച്ചിട്ട് മൂലക്കില്ല, ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ ദൈവമേ, കാരണം നിങ്ങൾ ഛർദ്ദിക്കും തിന്നോണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യം ശ്രദ്ധിക്കാനായിട്ട് കണ്ടിട്ട് ഇപ്പൊ വരും. എനിക്ക് തീരുമാനം പേടിച്ച് പോയി ഗൈസ്. എന്റെ കൈ ഇപ്പോഴും കിടന്ന് വിറയ്ക്കാണ്. ഞാൻ മാത്രമാണ് ഗൈസ് അതിലിരുന്ന് കരഞ്ഞത്. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ലുലുവിലെത്തി കുറേ കളിച്ച് വീട് എടുക്കാൻ മറന്നു.
ഇച്ചിരിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഇതാട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ ഫുഡ് വാങ്ങാം. ബാലും ഞങ്ങളുടെ മാമനും കൂടെ എന്നിട്ടാ പോയേ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ് മേടിക്കാൻ. ഇവിടെ ഞങ്ങൾ സീറ്റ് പിടിച്ചു. ഒക്കെ ഇവിടെ ആരൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഫുള്ളും ക്ലീനാണ്. എന്ത് ചെയ്യാൻ കാശ് അവരെ വീട്ടിൽ നമ്മൾ വിശപ്പടങ്ങി നിൽക്കണം. അപ്പൊ കാശ് എന്ത് ചെയ്യാനാ? എന്തേലും പറ. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. നമ്മൾ തിന്നാൻ പോകും. അവയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാം. അവൻ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. ഞാൻ ചെയ്യുന്നത് അവര് മുമ്പ് എത്തിയിട്ടില്ല. ഇപ്പൊ എത്തി. ഫുഡ് വാങ്ങണം. ഇനി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.